വി അൻവറിൻ്റെ വിഷയത്തിൽ പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കണം. സ്ഥാനാർത്ഥിക്കെതിരായും UDF ചെയർമാനെതിരായും അദ്ദേഹം പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ പിൻവലിക്കണം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ, നിരുപാധികം ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൻവറിൻ്റെ ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ പാർട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല. പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത്. അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ മോശപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് UDFനെ തന്നെ മൊത്തം അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ രണ്ട് പരാമർശം അദ്ദേഹം പിൻവലിച്ച് UDFന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചാൽ അദ്ദേഹമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും ചർച്ച നടത്തി അദ്ദേഹത്തിനൂടെ സ്വീകാര്യമായ തീരുമാനം എടുക്കാൻ UDF തയ്യാറാണ്. അത് വേണോ വേണ്ടേ എന്നുള്ള തീരുമാനിക്കേണ്ട അദ്ദേഹമാണ്. അതുകൊണ്ട് ഓരോ നിമിഷത്തിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇന്ന് അൻവർ പറഞ്ഞ സതീശിന് കൂടെ ലക്ഷ്യമാണ് എന്നാണ് പറഞ്ഞത്. തൻ്റെ വിഷയത്തിൽ സതീശനാണ് പറഞ്ഞത്. ഈ എല്ലാ വിഷയങ്ങളും UDFലും പാർട്ടിയിലും ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഇതുവരെ എല്ലാ തീരുമാനവും എടുത്തിട്ടുള്ളത്. ആരും സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു കൂട്ടായിട്ടുള്ള ചർച്ചയുണ്ടായിട്ടുണ്ട്. കാരണം പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ചില അപാകതകൾ കാരണം ഇത്തവണ അങ്ങനെ ഒരു അപാകത ഉണ്ടാവാതിരിക്കാൻ പഴുതടച്ചാണ് കൂട്ടായ ചർച്ച നടത്തിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്.